ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ്, യൂറോ യൂസ്ഡ്, നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൻ്റെ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിങ്ങിലേക്കാണോ സെല്ലിങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഓക്കെ അല്ലേ, ഫസ്റ്റ് നമുക്ക് എന്താണ് ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴത്തെ പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ദിവസത്തെ ന്യൂസിന് ശേഷം 50 ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ ഇതിനുള്ളിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതെല്ലാം മൈനർ ട്രെൻഡാണ് ക്രിയേറ്റ് ആയിരിക്കുക നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, അപ്പോൾ ഇന്നത്തെ സാധ്യതകളെന്ന് പറയുമ്പോൾ എന്താണ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡിസ്കൗണ്ടിലുള്ളൊരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്നിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റത്തെ സാധ്യത നോക്കുകയാണെങ്കിൽ എന്താണ് ബൈയിലേക്ക് തന്നെ പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഇന്നത്തെ ദിവസം മാർക്കറ്റ് എന്താണ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഓക്കെ അല്ലേ, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ലോ എന്താണ് 50 മില്ലിൽ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. ഓക്കെ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു ബൈയിങ് സോണിലേക്കൊക്കെ വരുവാണെങ്കിൽ ഇവിടുന്ന് കൺഫർമേഷൻ നോക്കി ബൈ എൻട്രി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ അല്ലേ, ഫസ്റ്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ബൈയിങ് സോണിലോ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇതാണ് നമുക്കെന്താണ് ഗോൾഡിൽ ഫസ്റ്റത്തെ ഒരു സാധ്യതയായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇനി ഇതിൻ്റെ ലോയിനെയാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ലോയിനെ വീണ്ടും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യും. ഇവിടെ ഇൻഡ്യൂസ്മെൻ്റ് ഒന്നും തരാതെ അല്ലെങ്കിൽ ഈ ഒരു ലെവൽസിനെ റെസ്പെക്റ്റ് ചെയ്യാതെ മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരാണെങ്കിൽ നമുക്ക് ഏറ്റവും ലോയിലൊരു ബൈയിങ് സോൺ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലേക്ക് വന്നതിന് ശേഷവും നമുക്ക് എന്താണ് കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാം. അപ്പോൾ ഈ രണ്ട് സാധ്യതയാണ് ഇപ്പോൾ ഗോൾഡിൽ കാണുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, ഓവറോൾ ബൈയിലേക്കാണ് മൈനറ്റിന് നോക്കുകയാണെങ്കിൽ ബൈയിലേക്കാണ് സാധ്യത കൂടുതൽ. പിന്നെ തട്ടി ഇങ്ങനെ നിൽക്കുവാണ്. ഓക്കെ അല്ലേ, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്താണ് വളരെ വീക്കായിട്ടാണ് ലാസ്റ്റ് ഒരു സെല്ല് കണ്ടു. പിന്നെ ഇന്നത്തെ ദിവസം ബൈയിലേക്ക് തന്നെയാണ് സാധ്യത കൂടുതൽ കാണുന്നത്. ഓക്കെ അല്ലേ, ഇനി നമുക്കതുപോലെ തന്നെ എന്താണ് യൂറോ യൂസ്ഡിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ ട്രെൻഡോ കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റത്തെ ന്യൂസിന് ശേഷം ആ ഒരു ക്യാൻഡലിനുള്ളിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അത്രത്തോളം വീക്കായിട്ട് തന്നെ നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ട്രേഡുകൾ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, വലിയൊരു അനക്കമൊന്നും ഉണ്ടാവില്ല. ഓക്കെ അല്ലേ, പിന്നെ നമുക്ക് നോക്കാനായിട്ട് വരുന്നത് നിഫ്റ്റിയാണ്. നിഫ്റ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ അത്യാവശ്യം നല്ല ട്രേഡുകൾ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ, ഇന്നലെ നോക്കുകയാണെങ്കിൽ സെയിം ഡേയിൽ 5 മിനിറ്റ് ലിക്വിഡിറ്റിക്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ട്രേഡുകൾ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ, ഓരോ 5 മിനിറ്റിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം അത്യാവശ്യം നല്ല ട്രേഡുകൾ ഉണ്ടായിരുന്നു. ഇനി ഇന്നത്തെ ദിവസത്തെ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ എന്താണ് 50 മിനിറ്റ് ലിക്വിഡിറ്റി ചെയ്ത് മാർക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ അല്ലേ, 50 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ, ഇത് 50 മിനിറ്റിലെ ഒരു മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് കുറച്ചും കൂടെ സാധ്യത കൂടുതലുണ്ട്. ഓക്കെ അല്ലേ, മാർക്കറ്റിന് മുകളിലോട്ട് വന്ന് ഈ ഒരു ഹൈയിൽ ലിക്വിഡിറ്റിയാണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ സെല്ല് നോക്കാനായിട്ട് പറ്റും. ഇത് കുറച്ചും കൂടെ സാധ്യത കൂടുതലുണ്ട്. ഇനി ഇന്നത്തെ ദിവസം ബൈയിലേക്ക് ലെവൽസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഇതൊക്കെ മൈനർ ഇൻഡ്യൂസ്മെൻറ്റുകളായിട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ, ഇതൊക്കെ എന്താണ് മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിലൊന്നും മാർക്കറ്റ് അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അത് അത്രത്തോളം അഗ്രസീവായി നോക്കണമെന്നില്ല. അത്രയും നല്ല ട്രേഡുകൾ ഇതിനകത്ത് വന്നതിന് ശേഷം കിട്ടുന്നതിന് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അല്ലാതെ പക്ഷേ ഇതൊക്കെ വിട്ടേക്കും. ഇതൊക്കെ മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. കുറച്ചും കൂടെ സാധ്യത കൂടുതലെന്ന് പറയുമ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിലാണ് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരാൻ സാധ്യത കൂടുതൽ. ഓക്കെ അല്ലേ, അപ്പോൾ ഇത്രയും ലെവൽസാണ് ഇന്നത്തെ ദിവസം വരുന്നത്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുഴപ്പമില്ലാത്തൊരു ട്രെൻഡ് ഉള്ളത് ഗോൾഡിലാണ്. ഒന്നെന്നാണ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ലോ 50 മില്ലിൽ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ ബൈയിങ് സോണിൽ നമുക്ക് കൺഫർമേഷൻ നോക്കി എൻട്രി എടുക്കാം. ഇനി ഇവിടുന്ന് ഇതൊന്നും സെറ്റപ്പ് ഒന്നും കിട്ടിയില്ല എന്നാണെങ്കിൽ നമുക്ക് എന്താണ് തൊട്ട് താഴെയുള്ള ഈ ഒരു ബൈയിങ് സോണിലേക്ക് മാർക്കറ്റ് വരുവാണെങ്കിൽ ഈ ഒരു ലോയിനെ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ബൈയിങ് സോണിലേക്ക് ഒന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ബൈ നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് സാധ്യതയാണ് ഗോൾഡിലുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ട്രേഡിങ്ങിന് ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.